ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ വന്നേക്കുന്ന ഒരു ഡ്രോപ്പ് അതൊരു മേജർ കറക്ഷൻ്റെ സ്റ്റാർട്ടാണോ? അത് ചെറിയൊരു കറക്ഷൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോകുമോ? കറൻ്റ്ലി ഇപ്പോൾ നിൽക്കുന്ന ഒരു യൂഫോറിക് സിറ്റുവേഷൻ്റെ എൻഡ് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അല്ല, മറിച്ച് ഇപ്പോൾ ടൈം അയക്കുന്നത് ഏകദേശം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റാണ് അയക്കുന്നത്. ഞാൻ ഈ സമയത്താണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് എനിക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 6.2% ഡ്രോപ്പാണ് തന്നേക്കുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 7.85% ഡ്രോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ എടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ കുറച്ചധികം നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതിൻ്റെ ആക്ച്വലി ഇന്നൊരു എന്താ പറയുക, അതിൻ്റെ ഒരു അത് നടന്ന് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൗണ്ടേഴ്സിൽ നിങ്ങൾ മാറി നിൽക്കണം? ബിഗീസ് എന്തുകൊണ്ടാണ് ഇലക്ഷൻ റിസ്ക്കുള്ള സ്റ്റോക്കുകൾ എടുക്കാറില്ല, എല്ലാം റീറ്റെയിലേഴ്സ് തന്നെയാണ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഇത്രയും നാൾ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരും നമുക്കെതിരെ നമ്മൾ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് പൊസിഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കുമെല്ലാം ഇന്നത്തെ മാർക്കറ്റ് അവർക്കത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് മാർക്കറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് യൂഫോറിക് സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നോർമൽ സിനാരിയോയിലോട്ടും സ്റ്റോക്കുകൾ വരാൻ നേരത്ത് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നെല്ലാം തന്നെ ഇന്ന് മാർക്കറ്റ് ആ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാൾ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു അതല്ല അതേ കണക്ക് നടന്നു എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാൻ ഈ ഒരു ദിവസത്തിൽ നിന്നൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൗണ്ടിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 295 സീറ്റ്സും ഇന്ത്യ അലയൻസിന് 231 സീറ്റ്സ്, അതേഴ്സിന് 17 സീറ്റ്സ്, ഈ ഒരു റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആയാലും ബാക്കിയുള്ള റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് മുന്നോട്ടുള്ള ഇതിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷേ എന്നിരുന്നാൽ പോലും ഓർക്കുക, നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മാർക്കറ്റ് എന്താണ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? 370 സീറ്റ്സ്. ഓക്കെ, 370 സീറ്റ്സിനുള്ള കാര്യങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര വ്യത്യാസം വരും, അതിൽ നിന്ന് മേലോട്ട് വ്യത്യാസം വരുന്നോ താഴോട്ട് വ്യത്യാസം വരുന്നോ എന്നനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റിയത്. അതായത് 370 നിന്ന് ഇത്രയും വലിയൊരു ഡ്രോപ്പ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിൽ ഇത്രയും വലിയൊരു ഡ്രോപ്പ് വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയാണ്. മാത്രമല്ല BJPക്ക് 300-ന് താഴോട്ട് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്നും നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകൾ നമ്മൾ അദാനി സ്റ്റോക്കുകളും PSU സ്റ്റോക്കുകളും റെയിൽവേ സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതെല്ലാം അതേ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സക്സസ്ഫുൾ ഡേ ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി മാർക്കറ്റ് ഇടിയാണ്, പല സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ പോലും ഇടിയാണെങ്കിലും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്ത് കയറി വരുമെന്ന് നമുക്ക് ഉറപ്പുള്ള സ്റ്റോക്കുകളാണ്. കാരണം അതിൻ്റെ ഫണ്ടമെൻ്റലി ചേഞ്ചുകൾ കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ള സ്റ്റോക്കുകൾ അങ്ങനെയല്ല. അത് ഏതെങ്കിലും ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽവിൻ്റെ പുറത്ത് നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അതിൻ്റെ വാല്യുവേഷൻസ് ആയാലും ഒക്കെ തന്നെ വളരെയധികം ഓവർ സ്ട്രെച്ച്ഡ് ആണ്. ഗ്രോത്ത് കൃത്യമായിട്ട് വരുന്നില്ല. ഓർഡർ ബുക്കിൻ്റെ ബേസിസിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബെറ്റർ നിങ്ങൾ ഇപ്പോഴും ഈ സ്റ്റോക്കുകളിലൊക്കെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഗൈൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സിലോട്ട് പറയാം. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്നതിന് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ചിന്തിക്കുന്നതിന് എതിരായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ പൊതുബോധത്തിനെതിരായിട്ട് നിങ്ങളെല്ലാവരും മാർക്കറ്റിൽ പോസിറ്റീവ് ആയിരിക്കുമ്പോഴും നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് കോഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് എഗെയിൻ നമ്മൾ ഇപ്പോഴും ആ കാര്യം തന്നെ പറയുന്നു. 99% ആൾക്കാർ ചിന്തിക്കുന്നതിൻ്റെ എതിരായിട്ട് നമ്മൾ ഇപ്പോഴും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതായത് ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കണം. കാരണം 99% ആൾക്കാർ BJPയുടെ സീറ്റുകൾ ഇത്രണ്ട് കുറവാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയും സ്റ്റോക്കുകൾ താഴോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാ സ്റ്റോക്കുകളും വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ എവിടെയാണോ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എവിടെയാണ് കിട്ടുന്നത്, ലോവർ ലെവൽസിൽ കിട്ടുന്നത്, ലോവർ വാല്യുവേഷൻസിൽ കിട്ടുന്ന അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മളിവിടെ ബൈ ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കയറിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടാർഗറ്റുകൾ കേട്ടിട്ടില്ലായിരുന്നോ? അതായത് 25,000-ത്തും 30,000-ത്തും അടുത്ത ഇത്ര വർഷത്തിൻ്റെ അത് ഇത്ര റിട്ടേൺസ് വരും, ഇന്ത്യയുടെ GDP ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടാർഗറ്റുകൾ
ടാർഗറ്റുകൾ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. അതേ കണക്ക് തന്നെ നമ്മളെ മാർക്കറ്റ് ഇടിയാൻ നേരത്ത് നിങ്ങൾ ഒരുപാട് പുതിയ പുതിയ ടാർഗറ്റുകൾ കേൾക്കുന്നതായിരിക്കും. 18,000 ടാർഗറ്റ് നിഫ്റ്റി, അല്ലെങ്കിൽ 15,000 ടാർഗറ്റ് നിഫ്റ്റി, ഇന്ത്യ ഇനി മുതൽ ഇടിയാൻ പോവുകയാണ്, ഇനി വലിയൊരു കറക്ഷൻ വരും, ഇനി 20% കറക്ഷൻ വരും, 30% കറക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കഥകൾ നിങ്ങൾ കേൾക്കും. ഈ കഥകളിൽ നിങ്ങൾ വീണു പോകാൻ പാടില്ല. കാരണം മാർക്കറ്റ് ഈ കഥകളുടെ ബേസിസിലല്ല പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാൽ, എത്രയൊക്കെ നല്ല ഇലക്ഷൻ റിസൾട്ട് വന്നാലും, എത്രയൊക്കെ മോശം റിസൾട്ട് വന്നാലും, എത്രയൊക്കെ നല്ല ബഡ്ജറ്റ് വന്നാലും, എത്രയൊക്കെ മോശം ബഡ്ജറ്റ് വന്നാലും, എന്തൊക്കെ സംഭവിച്ചാൽ ഈ പറയുന്ന ലോക്കൽ ഫാക്ടേഴ്സ് എല്ലാം കൂടെ മാർക്കറ്റിന് പ്രൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം 2-3 ആഴ്ച, ഈ 2-3 ആഴ്ചയ്ക്ക് വരുന്ന ഈ ഒരു നീജർക്ക് റിയാക്ഷൻ ശേഷം മാർക്കറ്റ് എന്താണോ ഗ്ലോബൽ മൊമെൻറ്റം അതിനൊപ്പം തന്നെ പെർഫോം ചെയ്ത് പോകുന്നതായിരിക്കും. നമുക്കറിയാം ഗ്ലോബൽ മൊമെൻറ്റം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കുറച്ച് ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക, തിരിച്ച് മാർക്കറ്റ് മേലോട്ട് കയറി വരിക തന്നെ ചെയ്യും. കാരണം ഗ്ലോബൽ മൊമെൻറ്റ് പോസിറ്റീവാണ്. ഗ്ലോബൽ മൊമെൻറ്റ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പതുക്കെ നമ്മുടെ മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് കയറി വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ റീറ്റെയിൽ ഫാൻസിയിലുള്ള സ്റ്റോക്കുകൾ, അദാനി സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ മറ്റ് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഓൾറെഡി 10x 20x മൾട്ടി ബാഗർ റിട്ടേൺസിൽ തന്ന സ്റ്റോക്കുകൾ, വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 100ൻ്റെ PE 150യുടെ PE നിൽക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ മാത്രം നിങ്ങൾ കോഷ്യസ് ആയാൽ മതിയാവും. അല്ലാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലാം തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ ഫ്രെയിം വർക്കും അനുസരിച്ച് ഡിഫർ ചെയ്തിരിക്കാം. ചില സ്റ്റോക്കുകൾ നിങ്ങൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HUL അല്ലെങ്കിൽ ബ്രിട്ടാനിയ, അതല്ലെങ്കിൽ നമ്മുടെ കോട്ടക്, HDFC ബാങ്ക്, ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. താഴത്തെ ലെവലിൽ കിട്ടുമെന്ന് പറഞ്ഞ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നു. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മൾട്ടി ബാഗർ റിട്ടേൺസ് തരുന്ന സ്റ്റോക്കുകളല്ല. നമ്മൾ മൾട്ടി ബാഗർ റിട്ടേൺസ് തരുന്ന സ്റ്റോക്കുകളാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ യൂസ് ചെയ്യണം. അത് സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേ ആണോ, വാല്യൂ പ്ലേ ആണോ, ഗ്രോത്ത് പ്ലേ ആണോ, എന്ത് ടൈപ്പ് പ്ലേ ആണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാതെ ഈ യൂഫോറിയയുടെ ഇടയിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലാണെങ്കിലും അതല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും ഒക്കെ ഇന്ന സ്റ്റോക്കുകൾ പറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിലും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ആയി പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം. ഒരു സ്റ്റോക്ക് ഇടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുക. അത് ആ സ്റ്റോക്കിൽ നമ്മൾ ഇനി പൊസിഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് നിയറസ്റ്റ് സപ്പോർട്ട്, എവിടെയാണ് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ അകത്ത് ആ സ്റ്റോക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതാണോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ മാക്സിമം നോക്കിയിട്ട് മാത്രം സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് FIIs സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീറ്റെയിലേഴ്സാണ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് സെൽ മോഡിലോട്ട് വരുന്നതായിരിക്കും. റീറ്റെയിലേഴ്സ് പാനിക് ചെയ്തിട്ട് സെൽ മോഡിലോട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിലേഴ്സ് പാനിക്കായിട്ട് റീറ്റെയിലേഴ്സ് സെൽ മോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പതുക്കെ FIIs ബൈ മോഡിലോട്ട് വരുന്നതായിരിക്കും. കാരണം ഇത്രയും നാൾ എന്താണോ സംഭവിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇനി സംഭവിക്കാൻ പോവുകയാണ്. പക്ഷേ FII ബൈ മോഡിലോട്ട് വരുമ്പോഴത്തേക്കും അവരൊരിക്കലും ഇതേ കണക്കുള്ള ഫാൻസി സ്റ്റോക്കുകളായിരിക്കത്തില്ല ബൈ ചെയ്യാൻ പോകുന്നത്. അവർ ബൈ ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള താഴത്തെ ലെവലിനെ കിട്ടുന്ന ടൈപ്പ് സ്റ്റോക്കുകളായിരിക്കും അവർ ബൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ എന്താണ് ആക്ച്വലി ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ്റെ അകത്ത് നമ്മുടെ ടേക്ക് അവേ എന്താണ്, നമ്മളിവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ബേസിക്കലി ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. ഓക്കെ, അത് വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. എത്ര വരെ ഇടിയുന്നു നമ്മൾ നോക്കുക, എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ നോക്കുക. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് താഴോട്ട് പോകുമ്പോഴും അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് വാല്യൂ കൂടുതൽ കാണാൻ പറ്റും. ആ സ്റ്റോക്ക് പ്രൈസ് ടു ബുക്കിലായാലും പ്രൈസ് ടു സെയിൽസിലായാലും PE റേഷ്യോ വൈസ് ആയാലും അതല്ലെങ്കിൽ അവരുടെ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ഒരു റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്തൊക്കെ തന്നെ വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂ കാണുന്നതിനനുസരിച്ചിട്ടാണ് അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ ബ്ലോഗ് വഴിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഞാൻ പറയാം. ഒരു എക്സാമ്പിളായിട്ട് ഫ്ലെക്സ് ഫുഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, 1 സെക്കൻഡ്. ഫ്ലെക്സ് ഫുഡ്സ്. ഓക്കെ, ഫ്ലെക്സിൻ്റെ അകത്തോട്ട് നമ്മൾ വരാൻ നേരത്ത് ഇവിടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 140 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, കമ്പനി ഇപ്പോൾ ലോസ് മേക്കിംഗ് ആണ്. പക്ഷേ കമ്പനിയുടെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് അവരുടെ ഫിക്സഡ് അസറ്റ്സ് നോക്കുക. ഫിക്സഡ് അസറ്റ്സ് 268 കോടിയുടെ ഫിക്സഡ് അസറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അവരുടെ ലാൻഡും അവരുടെ പ്ലാന്റും മിഷനറി ഒക്കെ കൂടെ ചേർത്തിട്ട് തന്നെ 268 കോടിയുടെ മൂല്യം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 268 കോടി വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൊത്തത്തിൽ കമ്പനി കിട്ടുന്നത് ഏകദേശം അതിൻ്റെ പകുതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്ററിനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ ഇതുപോലുള്ള സ്റ്റോക്കുകൾ വളരെ ലോവർ ലെവൽ, അവർക്കിപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇടിഞ്ഞ് കിട്ടുകയായതുകൊണ്ട് തന്നെ അവർ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ പൊസിഷൻസ് പതുക്കെ ബിൽഡ് ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ
ഇതിനു മുമ്പ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റേഞ്ചിലോട്ട് തന്നെ സ്റ്റോക്ക് എഗെയിൻ വന്നിട്ടുണ്ടായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് സ്റ്റോക്ക് കറക്ഷൻ എടുത്തിട്ട് ഇവിടെ നോക്കുക, ഈ ഒരു ഡേയിലെ ക്യാൻഡിൽ നോക്കുക, അതായത് 19 ഏപ്രിലെ ക്യാൻഡിൽ നോക്കുക, അന്ന് സ്റ്റോക്ക് 17% അപ്പായിരുന്നു. അന്ന് ആ അപ്പ് പൊസിഷനിൽ അല്ലെങ്കിൽ അന്ന് ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ലെവലിലോട്ട് തന്നെ സ്റ്റോക്ക് ഇപ്പോഴും റിട്രേസ് ചെയ്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വാല്യൂ ഇൻവെസ്റ്ററിനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഇതേ കണക്കുള്ള ലോവർ ലെവൽസിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് വയ്ക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വാല്യൂ അൺലോക്കിംഗ് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്റ്റോക്കിൻ്റെ അകത്ത് വാല്യൂ അൺലോക്കിംഗ് സംഭവിക്കണമെങ്കിൽ ഇനി ഗ്രോത്ത് വരണം. ഗ്രോത്ത് എന്ന് വരും അറിയത്തില്ല. കാരണം ഗ്രോത്ത് ഇപ്പോൾ ഒരു ഫാക്ടറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെയിൽ വിൻഡ് വരുമ്പോഴത്തേക്കും പതുക്കെ ഗ്രോത്ത് വരുന്നതായിരിക്കും. ചിലപ്പോൾ അതിന് 1 മാസം എടുക്കാം, 1 ക്വാർട്ടർ എടുക്കാം, 2 വർഷം എടുക്കാം, എത്ര വർഷം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വാല്യൂ ഇൻവെസ്റ്റർ എന്തിനാണ് സ്റ്റോക്ക് മേടിക്കുന്നത്? അയാൾ 3 വർഷമോ 5 വർഷമോ പോലെയുള്ള നീണ്ട ടൈം ഫ്രെയിമിലത്തേക്കാണ് സ്റ്റോക്ക് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലുള്ള സ്റ്റോക്കുകൾ ലോവർ ലെവലിൽ കിട്ടുമ്പോഴത്തേക്കും വളരെ ചീപ്പായിട്ടുള്ള വാല്യൂലാണ് നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് കിട്ടുന്നത്. ഗ്രോത്ത് വരികയാണെങ്കിൽ ഇവർ ഓബിയസ്ലി ഇവരുടെ എന്താ പറയുക, ഫിക്സഡ് അസറ്റ്സിൻ്റെ പല മൾട്ടിപ്പിളിലായിരിക്കും ഇവർ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും അവർ പെർഫോം ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അതിൻ്റെ താഴോട്ട് സ്റ്റോക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഇനി എന്തോരം ക്രാഷ് വന്നാലും, മാക്സിമം എത്ര കണ്ട് ക്രാഷ് വന്നാലും മാർക്കറ്റിൻ്റെ അകത്ത് ഈ സ്റ്റോക്ക് 80ക്ക് താഴോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഞാൻ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം 80ക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഫിക്സഡ് അസറ്റ്സിൻ്റെ കാട്ടി വളരെ ചെറിയ ഒരു ലെവൽസിലോട്ട് സ്റ്റോക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 80ക്ക് താഴോട്ട് പോകത്തില്ല. ഒരു നോർമൽ കറക്ഷൻ്റെ അകത്ത് പോലും 100 താഴോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 80 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസ്, അതായത് വാല്യൂ ഇൻവെസ്റ്ററിന് നോർമലി 30%, 25% സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് 50% ഡ്രോപ്പ് ഒക്കെയാണ് അവർ നോക്കുന്നത്. മാത്രമല്ല വാല്യൂ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ വാല്യൂ കാണുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള സ്റ്റോക്കുകളെ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിൽ അവർക്ക് എന്താണ്, അവർക്ക് ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ വേണം. അവർക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ പലതും ഇത്ര കണ്ട് ചീപ്പായിട്ട് കിട്ടത്തില്ല. അവർക്ക് ഓൾറെഡി തന്നെ സ്റ്റോക്ക് 50-യുടെയും 60-യുടെയും 70-യുടെയും പിയിൽ നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോക്കിൻ്റെ ഇപ്പം അതൊരു കണ്ടിന്യൂസ് അപ് ട്രെൻഡിലാണെങ്കിലും ഒരു ഡിപ്പ് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പല സ്റ്റോക്കുകളിലും ഡിപ്പുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിപ്പ് വരുന്നിട്ട് എവിടെയാണോ അത് സപ്പോർട്ട് എടുക്കുന്നത് നോക്കാം. ചിലപ്പോൾ അത് 20-ഡേ മൂവിങ് ആവറേജിലായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്, ചിലപ്പോൾ അത് 50-ഡേ മൂവിങ് ആവറേജിലായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. ഇതുപോലുള്ള കറക്ഷൻസ് ഒക്കെ വരാൻ നേരത്ത് നോർമലി 50-ഡേ മൂവിങ് ആവറേജിലൊക്കെ ആയിരിക്കും ഇതുപോലുള്ള സ്റ്റോക്കുകൾ സപ്പോർട്ട് എടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ചില സ്റ്റോക്കുകൾ 200-ഡേ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കണം. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് ആ സ്റ്റോക്കുകൾ റിവേഴ്സ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡീഷൻസ് ഗ്രോത്ത് സ്റ്റോക്കുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾ വാച്ച് ലിസ്റ്റിലുള്ളത്. അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഇപ്പം ഫ്ലെക്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു അപ് ട്രെൻഡ് വരണമെങ്കിൽ അത് 150-ൻ്റെ മേലിലോട്ട് ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ അകത്ത് അപ് ട്രെൻഡ് വരത്തുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേഷൻ നടക്കുള്ളൂ. നിങ്ങൾ ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പം പോസിറ്റീവ് എടുത്ത് വെച്ചിരുന്ന അടുത്ത 1 വർഷത്തേക്ക് ചിലപ്പോൾ ആ സ്റ്റോക്ക് മൂവ് ചെയ്തില്ലെന്ന് വരും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇപ്പം പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഗ്രോത്ത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് ഗ്രോ ചെയ്ത് മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്താണ് അയാൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. അയാൾക്ക് അതിൻ്റെ അകത്ത് ട്രാപ്പായി കിടക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ SGRL എന്നൊരു സ്റ്റോക്ക് നോക്കുക. ഇത്രയും കൊണ്ട് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ദിവസത്തിലും ആ സ്റ്റോക്ക് നേരത്തെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പായിരുന്നു. ഈ SGRL 2021 നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ ആ ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്റ്റോക്കുകൾ താഴത്തെ ലെവലിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതും ഇത്ര കണ്ട് മേളിൽ നിൽക്കാൻ നേരത്ത് ആ സ്റ്റോക്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ മേളിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്ത് റിസ്ക് റേഷ്യോ ഫേവറബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്റ്റോക്കുകൾ ഡിപ്പിൽ വരുമ്പോഴത്തേക്കും സ്റ്റോക്കുകളെ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക. അതിൻ്റെ ആ വാച്ച് ലിസ്റ്റിൽ വെച്ചതിന് ശേഷം മാർക്കറ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റ് വെച്ചേക്കുക. കഴിഞ്ഞ പ്രാവശ്യം നിഫ്റ്റിക്കകത്തും അതേ കണക്കിന് സ്മോൾ ക്യാപ്പിൻ്റെ അകത്ത്, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കറക്ഷൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ജ്യോതി CNC. ഓക്കെ, ആ ജ്യോതി CNC എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ ആദ്യം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഓക്കെ, അന്ന് അതൊരു പ്രൈമറി ബേസിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഇവിടെ നോക്കുക, ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിരുന്നു അന്ന് ആ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. ആൻഡ് ആ സ്റ്റോക്ക് ഇന്ന് നമ്മൾ നോക്കുക, അവിടെ നിന്ന് ഏകദേശം 50% ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. എത്ര റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു മാർച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. മാർച്ച് 22 അത് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തന്നത്. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഏകദേശം 60% അടുപ്പിച്ച് സ്റ്റോക്ക് അപ്പോൾ പോയിട്ട് ഇപ്പോൾ ചെറിയൊരു കറക്ഷനിലോട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് മാർക്കറ്റിൻ്റെ കൂടെയുള്ള ഒരു നോർമൽ കറക്ഷനിലോട്ട് നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ടെക്നിക്കൽസിൻ്റെ പവർ. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് 99% റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്നതിന്
ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നതിൻ്റെ പവർ ഇതാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന റെയിൽവേ സ്റ്റോക്കുകൾ ഓരോ ദിവസം അപ്പായി കപ്പായി കയറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള മറ്റ് PSU സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഓരോ ദിവസം അപ്പ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി മേടിക്കുന്നു, അവിടെ നിന്ന് ആ സ്റ്റോക്ക് ഇടിഞ്ഞ് താഴോട്ട് വരുന്നു. നമ്മളിപ്പോഴും ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്, റെയിൽവേ സ്റ്റോക്കുകളിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ടോപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺസിൻ്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാമായിരിക്കും. കഴിഞ്ഞ ജനുവരി 20-ാം തീയതിയുള്ള വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജനുവരി 20 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ സ്റ്റോക്കിൻ്റെ അകത്ത് മൾട്ടി ബാഗർ റിട്ടേൺസ് വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ ആ ഒരു സിനാരി തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ സ്റ്റോക്കുകളിലൊന്നും തന്നെ ഇനി നിങ്ങൾക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടത്തില്ല. കോമ്പൗണ്ട് റിട്ടേൺസ് ഈ സ്റ്റോക്കുകളുടെ മുന്നോട്ട് വരാൻ പോകുന്ന ഗ്രോത്ത് അനുസരിച്ചിട്ടും ഇനി വരാൻ പോകുന്ന എക്കണോമിക് സിനാരിയോ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടും ചിലപ്പോൾ കിട്ടും. പക്ഷേ മൾട്ടി ബാഗർ റിട്ടേൺസ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് ഇല്ലാതായിട്ടുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ബാക്കിയുള്ള, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചാണ്. ഇതല്ലാതെ ബാക്കിയുള്ള റെയിൽവേ സ്റ്റോക്കുകൾ എല്ലാത്തിലും തന്നെ ഇതേ സെയിം അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മുടെ ആക്ച്വലി കണ്ടന്റ് പലതും റിപ്പീറ്റ് ആണെന്ന് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല എന്നുള്ളതാണ്. എത്ര കണ്ട് നമ്മളിത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലും അവർക്കൊന്നും തന്നെ മനസ്സിലാവത്തില്ല. അവരെന്താണോ ബാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, പൊതുബോധത്തിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർ എന്താണ് ഏറ്റവും കൂടുതൽ, ഒരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വ്യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ജസ്റ്റ് പറഞ്ഞാൽ മതി. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അതല്ലാത്ത നമ്മൾ പൊതുബോധത്തിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് മൊമെൻറ്റത്തിൽ നമുക്ക് എന്താണോ ഈ ഈവൻ റിസ്ക് എന്ന് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു അർത്ഥം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു. ആൻഡ് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കാം എന്തോരം നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിനെ പറ്റിയിട്ടും മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ വ്യൂ പറയാൻ നേരത്ത് അതിൻ്റെ എതിരെ ആൾക്കാർ വളരെയധികം നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഇവരൊക്കെ അടുത്ത മാർക്കറ്റ് സൈക്കിളുകൾ കാണത്തില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി തരുന്നു. അവരൊക്കെ അടുത്ത മാർക്കറ്റിൻ്റെ പതുക്കെ ഓരോ ഭാഗത്തായിട്ട് അവർ എക്സിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. നമ്മളിവിടെ തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് മാർക്കറ്റിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ എന്താ പറയുക എക്സാമ്പിൾസ് നമ്മൾ സ്റ്റോക്കിലായാലും മാർക്കറ്റിൻ്റെ അകത്തായാലും പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ലാത്ത കൗണ്ടേഴ്സിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ഇവൻറ്റ് റിസ്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഒരു പ്രധാനമന്ത്രിയും അല്ല നമ്മുടെ വീട്ടിൽ കൊണ്ട് നമുക്ക് അരി ഉണ്ടാക്കി തരുന്നത്, നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ്. നമ്മളിത് ആർക്കും എതിരെ പറയുകയല്ല, നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് ഇലക്ഷൻ റിസ്ക്കുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ താഴോട്ട് പോകാൻ മേലോട്ട് വരെ നമുക്കത് ഒട്ടും തന്നെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് ആ സ്റ്റോക്കുകളിലൊന്നും തന്നെ എന്താ പറയുക നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ ഫേവറബിൾ അല്ല. ബിഗ്ഗീസ് എല്ലാം നമുക്ക് എതിരാണ്. നമ്മൾ എന്തർത്ഥത്തിലാണ് ബിഗ്ഗീസ് എതിരെ ബെറ്റ് ചെയ്യാൻ പോകുന്നത്? ബിഗ്ഗീസ് ഓർഗനൈസ്ഡ് ആണ്, അവർക്ക് കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് ടൈമിൽ നമുക്ക് അവരെക്കാട്ടിയും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടതായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെക്കാട്ടിയും വലിയ അവർ ഔട്ട് പെർഫോം ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ പോലും ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബിഗ്ഗീസ് അവിടെ പതുക്കെ ഷെയർസ് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് നമ്മളവിടെ പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ കാരണം സ്റ്റോക്കുകൾ മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു സ്ട്രെങ്ത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ തോന്നുമെങ്കിലും ലോങ് ടൈമിൽ നോക്കാൻ നേരത്തെ ഇതൊന്നും തന്നെ വർക്ക് ചെയ്യുന്നതല്ല. നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെക്ടർ റൊട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ഈ ഫാൻസി സ്റ്റോക്കുകൾ ഇനി പതുക്കെ താഴോട്ട് വരുന്നതിനനുസരിച്ച് റീറ്റെയിലേഴ്സ് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ഫാൻസി സ്റ്റോക്കുകൾ ഇടിയുമ്പോഴത്തേക്കും ആവറേജ് ചെയ്യുക എന്ന് വെച്ചാൽ. കാരണം ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോക്കകത്ത് ചിലപ്പോൾ നല്ല സ്റ്റോക്കുകളും കാണും, മോശം സ്റ്റോക്കുകളും കാണും, ഫാൻസി സ്റ്റോക്കുകളും കാണും, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും കാണും. ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പതുക്കെ കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കയറി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറി വരുന്ന സ്റ്റോക്കുകൾ പ്രോഫിറ്റിലാവുന്നതിനനുസരിച്ച് അതിനെ ആദ്യം വിറ്റിട്ട് ഇതിനെ ഈ ഫാൻസി സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബിഗ്ഗീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് ഈ ഫാൻസി സ്റ്റോക്കുകൾ ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന സ്റ്റോക്കുകളിൽ നിങ്ങൾ ആവറേജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇനി അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ അവർക്കെല്ലാവർക്കും നിങ്ങളൊരു എക്സിറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എഗെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഈ സ്റ്റോക്കുകളുടെ അകത്തൊക്കെ ഇന്ന് ഒറ്റ ദിവസത്തെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒറ്റ ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ നാളെ ഈ സ്റ്റോക്കുകൾ ഒന്നുകൂടെ ഒരു ഷൂട്ടപ്പ് കാണിച്ചെന്ന് വരാം. ചിലപ്പോൾ അടുത്തൊരാഴ്ച ഈ ഒരു എന്താ പറയുക ഇലക്ഷൻ റിസ്ക് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന 1-2 ആഴ്ച എന്ന് പറയുമ്പോൾ വളരെ
ക്രൂഷ്യൽ ആയിട്ടുള്ള വീക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു വീക്കിലായിരിക്കും ഇതെല്ലാം തന്നെ പ്രൈസിൻ്റെ അകത്ത് ഫാക്ടറിങ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പ്രൈസിൻ്റെ അകത്ത് ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ഫാക്ടറിങ് ചെയ്ത് തീരത്തില്ല, ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇതിൻ്റെ അകത്തൊക്കെ മൊമെൻറ്റം വരുന്നതായിരിക്കും. ബിഗീസിന് ആർക്കെങ്കിലും ഇനി എക്സിറ്റ് ചെയ്യാണ്ടെങ്കിൽ സ്റ്റോക്കുകൾക്കകത്ത് ഒന്നുകൂടെ ഷൂട്ടപ്പ് കാണിച്ചെന്ന് വരാം. ഞാനിതെല്ലാം ഇന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതെല്ലാം തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ലൈവായിട്ടുള്ള വീഡിയോസ് ആയിരിക്കത്തില്ല ഇടാൻ പോകുന്നത്. എനിക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഈ ഫാൻസി സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക കേട്ടോ. ഞാൻ അഗെയിൻ അത് തന്നെ ഒന്നുകൂടെ ഊന്നി പറയുന്നു, ഫാൻസി സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, അല്ലാത്ത സ്റ്റോക്കുകളിൽ മാത്രം നിങ്ങളുടെ പൊസിഷൻസ് കീപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, ബാക്കി നിങ്ങളുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമൻറ്റുകളും എല്ലാം തന്നെ അല്ലെങ്കിൽ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ബാക്കി നിങ്ങൾ എന്തെല്ലാം ഡൗട്ടുകളുണ്ടോ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എല്ലാത്തിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.